നമ്മുടെ ഇതിനകത്ത് ഒത്തിരിയധികം എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ഈ കാണുന്ന പോലെ റംബൂട്ടാൻ തന്നെ നമുക്ക് ഏകദേശം 25 മൂടിന് മേളിലുണ്ട്. അതെല്ലാം വലിയ മരങ്ങളാണ്. ഇതിനകത്തുനിന്ന് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഏകദേശം 70,000 രൂപയ്ക്കാണ് നമ്മൾ ഹോൾസെയിലിൽ, അതായത് അവർ തന്നെ വന്ന് പറിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ 70,000 രൂപയ്ക്കാണ് റംബൂട്ടാൻ ഇവിടെ നിന്ന് വിറ്റത്. അല്ലാണ്ട് തന്നെ നമുക്കിത് ഇതുപോലെ ഒത്തിരി പേര കാണാം, പ്ലാവുണ്ട്, മാംഗോസ്റ്റീൻ ഉണ്ട്, പീനട്ട് പ്ലാന്റ് ഉണ്ട്. ഇങ്ങനെ ഒത്തിരിയധികം ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്കിതിനകത്ത് ഈ സൈഡിലായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മുടെ ടോട്ടലായിട്ട് 5 ഏക്കർ വരുന്ന പ്രോപ്പർട്ടിയിൽ അവിടെ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ കുളങ്ങളുണ്ട്. ഈ കുളങ്ങളിൽ നിന്ന് നീരുറവുകൾ സ്റ്റാർട്ടായിട്ട് അത് ഇതിനകത്തൂടെ ഇതുപോലുള്ള ചെറിയ ചെറിയ ചാലുകളിലൂടെയൊക്കെ ഒഴുകി പോകുന്നുണ്ട്. അതായത് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തൂടെ ഈ അരുവിയുടെയൊക്കെ ഒഴുകുന്ന ഇങ്ങനെ നമുക്ക് കേട്ടോണ്ടിരിക്കാം. ഇതിലെ ഈ കുളങ്ങളെല്ലാം നല്ല വെള്ളമായിരിക്കും. എന്നുവെച്ചാൽ ഇതിനകത്ത് ഈ വെള്ളം വന്ന് വീണ് ഓവർഫ്ലോ ആയി നമുക്ക് ഈ ഇതുവഴി അങ്ങ് ഒഴുകി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. ഇതിനകത്ത് ഫുള്ളായിട്ട് മീനുകൾ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു 3 കുളങ്ങളാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് അത് ചെയ്തിട്ടുള്ളത്. ഈ ഞാൻ നടന്ന് വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നിൽക്കുന്ന ഈ അലങ്കാര ചെടികൾ കണ്ടോ, ഇതൊക്കെ ശരിക്കും ഭംഗിക്ക് വേണ്ടിയും വിൽക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നമുക്കിവിടെ എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയിലെ ഓണേഴ്സ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേജർ ബിസിനസ്സാണ് ഇതുപോലുള്ള അലങ്കാര ചെടികളുടെ ഉൽപ്പാദനവും വിപണനവും. മെയിനായിട്ട് ഹോൾസെയിൽ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ടോട്ടലായിട്ട് 5 ഏക്കർ സ്ഥലമാണുള്ളത്. ഈ 5 ഏക്കർ സ്ഥലത്താണ് ഇതുപോലെ ഒത്തിരിയധികം ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും ഒത്തിരി സിലോപ്പിയാണ്. നോക്കി വന്ന് നിന്ന് വെള്ളത്തിലൊന്ന് അടിക്കണണ്ട. ഇതിലെല്ലാം നമുക്ക് നല്ല തെളിഞ്ഞ വെള്ളം ഇങ്ങനെ അരുവി പോലെ ഇങ്ങനെ, അതായത് ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഉറവ് പൊട്ടി വെള്ളം വരും. അതുപോലെ തന്നെ 2 കുളം കണ്ട, ഇതൊരു വലിയ കുളമാണ്, കുറച്ചുകൂടെ ഒരു വലിയ കുളമാണ്. അതിൻ്റെ ഇടയിൽ ഒരു വലിയ തവള, ഒരു വലിയ പച്ചത്തവള നോക്കി. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ തിരുവനന്തപുരം പൂവച്ചലിനൊക്കെ സമീപം പേഴുമൂട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയുക, അതായത് ലൂർദ് മാതാ കോളേജിൻ്റെ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് കുറച്ച് ദൂരം ഒന്ന് വരുമ്പോൾ തന്നെ റോഡ് വീണ്ടും വലത്തോട്ട് കട്ടാവും. വലത്തോട്ട് കട്ടായി നമ്മൾ വീണ്ടും വരുമ്പോൾ കാട്ടുകണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴത്തേക്കും കാട്ടുകണ്ടം ക്ഷീരോത്പാദ സംഘം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു പാൽ സൊസൈറ്റിയെ കാണാം. അവിടെ നിന്ന് ഒരു 200 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തും. ഈ പ്രോപ്പർട്ടിയുടെ ഒരു മേജർ ഹൈലൈറ്റ് നമുക്കിതിനെ ചുറ്റി ഇങ്ങനെ വലിയൊരു റോഡ് നമ്മുടെ ചുറ്റി വരുന്നുണ്ട്. അതായത് നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ആ രീതിയിലൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ടോട്ടൽ 5 ഏക്കർ സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത്. നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഇപ്പം എന്താ ഇതിനകത്ത് പലയിടത്തായിട്ടും നിറയെ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടിക്കകത്ത് തന്നെ ഇതുപോലുള്ള കുളങ്ങളും അരുവികളും ഉണ്ട്. നേരത്തെ ആണെങ്കിൽ ഇതിനകത്ത് പശുത്തൊഴുത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതവർ കാറ്റലിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. ലൈഫ് സ്റ്റോക്ക് ഫാമിങ്, അതായത് പോത്ത് കൃഷിയോ പന്നിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വളർത്തണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. കാരണം അത്ര അധികം ഏരിയ ഈ പ്രോപ്പർട്ടിക്കകത്തുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള ഒരു നഴ്സറിയും കൂടെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതുപോലെ ഈ ഡെക്കറേറ്റീവ് പ്ലാന്റ്സ് ഇങ്ങനെ വളർത്തിയെടുത്ത് അവർ ഇതിനെ കവറിലാക്കി ഹോൾസെയിലായിട്ട് വിൽക്കും. അതാണ് അവരുടെ മേജർ ബിസിനസ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. ടോട്ടലായിട്ട് 5 ഏക്കർ വരുന്ന സ്ഥലമാണ്. നമുക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 70,000 രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന്, അതായത് തമ്പാനൂരിൽ നിന്ന് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് 28 കിലോമീറ്ററാണ്. നമുക്ക് ഈ ഒരു നഴ്സറിയുടെ പേര് വരുന്നത് സഫ നഴ്സറി എന്നാണ്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സഫ നഴ്സറി കാട്ടുകണ്ടോ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഈസിലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഉള്ളിലോട്ടൊന്നും കയറണ്ട, നമുക്ക് നല്ല നീറ്റായിട്ടുള്ള റോഡ് ആക്സസ് തന്നെ പ്രോപ്പർട്ടിയിലേക്കുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നുണ്ട്. ഇതിനകത്ത് കാരണം ഇതുപോലെ ഒത്തിരി അധികം ഡെക്കറേറ്റീവ് പ്ലാന്റ്സ് ആണ് നമുക്കിവിടെയൊക്കെ വെച്ചിരിക്കുന്നത്. ഇതിലെ പല പ്ലാന്റ്സും നമ്മളിപ്പോൾ റീറ്റെയിൽ കടകളിലൊക്കെ ചെന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 1000-ങ്ങളും 10,000-ങ്ങളും കൊടുക്കേണ്ടി വരും കേട്ടോ. ഇതിനെയൊക്കെയാണ് കവറിലാക്കി വരുന്നത്. ഇവിടെ വന്ന് നമ്മൾ ഹോൾസെയിൽ എടുക്കുകയാണെങ്കിൽ നല്ല വില കുറച്ച് കിട്ടും. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 12 രൂപ മുതലൊക്കെ ഇവരുടെ കയ്യിൽ ചെടികൾ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് പക്ഷേ ഇവർ റീറ്റെയിൽ കൊടുക്കത്തില്ല, ഹോൾസെയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെയൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതുണ്ടോ. ഇതെല്ലാം ഒന്ന് വേരാക്കിയതിന് ശേഷം ഇതിനവർ ചട്ടിയിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള കവറിലോ ഒക്കെ ആക്കിയിട്ടാണ് ഇത് വിൽപ്പനയ്ക്കായിട്ട് പോകുന്നത്. ഈ ചെടിയൊക്കെ ഉണ്ടോ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഹെവി പ്രൈസിങ്ങിനൊക്കെ പല നഴ്സറികളിലും വിൽക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ചെടിയുടെ കാര്യം പറയാനല്ല വന്നത്, സ്ഥലത്തിൻ്റെ കാര്യം പറയാനാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ഇതിനകത്ത് ഇപ്പോൾ ഈ നഴ്സറി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പണിക്കാരൊക്കെ താമസിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ചെറിയൊരു വീടൊക്കെ ഇതിനകത്ത് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ നേരിട്ട് ഉടമയായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 70,000 രൂപയാണ്.